ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിവർ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ലിവർ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുക്കറിലിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ കറി വെക്കുമ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ആ പൊടികളൊക്കെ ആ ഒരു ലിവറിൽ ഒന്ന് പിടിച്ച് വരുന്നത് വരെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. ഇനി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനായിട്ടൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെച്ച് കൊടുക്കാവേ. ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് വാട്ടറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. ആ ഒരു ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ സവാള എടുക്കുന്നുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്തും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയ ശേഷം മാത്രം വറ്റൽമുളകും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. തേങ്ങാക്കൊത്തൊക്കെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലതുപോലെ ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇടുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ലിവർ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ആ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാവേ. നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ എണ്ണയിലിട്ട് വാട്ടി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇറച്ചി വേകുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിത് സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളേ. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാവേ. ഇപ്പോൾ ദേ നമ്മുടെ സവാളയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സമയത്താണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മാത്രം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ പച്ചമുളകും ആദ്യം നമ്മൾ ആ ഇറച്ചി വേവിച്ചപ്പോഴേക്കും ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം മുളക് പൊടിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴേക്കും ഓവറായിട്ടുള്ള എരിവാകാതിരിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഇറച്ചി വേവിച്ച വെള്ളം അല്പം ചേർത്തിട്ട് സവാള ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ബാക്കിയിരിക്കുന്ന വെള്ളവും ആ ഇറച്ചി വെന്തതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്രേവിയൊക്കെ നമ്മുടെ ആ ഇറച്ചിയിലേക്കൊന്ന് പിടിക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ഒരുപാട് തേങ്ങാപ്പാലോ അതൊന്നും ആഡ് ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ ആ ഇറച്ചി വെന്ത് വരും കേട്ടോ. നല്ല കളറായിട്ട് കിട്ടും. ഇപ്പോൾ ഇതേ ഏകദേശമൊക്കെ ഒന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി പൊടികളൊക്കെ നമ്മുടെ ഇറച്ചിയോട് പിടിച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണോളം മാത്രം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂകിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവർ കറി ഇവിടെ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.
ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.